അല്ലാ തഅബുദ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അവരെ അല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നുള്ളത്. അപ്പോ നന്മ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാതാപിതാക്കൾക്ക് നൽകുക എന്നുള്ളതാണ്. ഇതിനെ അള്ളാഹു വിശദീകരിച്ചത് അവനെ മാത്രം ആരാധിക്കുക എന്നതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അപ്പോ അവരോട് ഉപദ്രവം കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്നുള്ള മഹാപാപത്തിന് ശേഷമായിട്ടാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹ് മറ്റൊരു പാപമായിട്ട് അറിയിക്കുന്നത് വകാന മുത്തക്കിയൻ, ഇരുന്നിടത്തുനിന്ന് റസൂലുള്ളാഹ് ഒന്ന് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു, അലാ വഖൗലുസ്സൂർ, അലാ വഖൗലുസ്സൂർ, ഏറ്റവും മോശമായ വാക്ക് സംസാരിക്കുക, തോന്നിവാസങ്ങൾ സംസാരിക്കുക, നിങ്ങൾ അറിയണം അതൊരു മഹാപാപമാണ്. വേണ്ടാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മളൊക്കെ റമദാൻ മാസത്തിൽ ഒരുപാട് നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരത്തെയും നമ്മുടെ ചിന്തയെയും അതേപോലെ തന്നെ നോട്ടത്തെയും കേൾവിയെയും എല്ലാം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ റമദാൻ കഴിഞ്ഞതോടുകൂടി നാവിനെ നമ്മൾ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും പഴയ രൂപത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുകയുമാണ് എങ്കിൽ ഈ റമദാൻ മാസത്തിലെ നമ്മുടെ ഈ കർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് മഹാപാപമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത സംസാരങ്ങൾ, വേണ്ടാത്ത ചിന്തകൾ എല്ലാം നമ്മൾ വെടിയുക. കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു വശഹാദത്തു സൂർ, കള്ളസാക്ഷ്യം എന്നുള്ളത്. സാധാരണ നമുക്ക് അനുയോജ്യമായ ആളുകളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അവർക്ക് അനുയോജ്യമായി കൊണ്ട് നമ്മൾ സാക്ഷി പറയും, അല്ലെ? അങ്ങനെയാണ് ആളുകൾക്കനുസരിച്ച് കൊണ്ട് സാക്ഷി പറയുക. അത്തരം സാക്ഷിത്വം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ ശാപം അവരുടെ മേലുണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി ഈ ഒരു കാര്യം കൂടുതൽ ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി റസൂലുള്ളാഹി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എന്നാണ് ഇവിടെ സ്വഹാബികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പല പാപങ്ങളും ഉണ്ട്, മഹാപാപങ്ങൾ. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് ഈ 3-4 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൽ പങ്കുചേർക്കുക. രണ്ടാമത്തേത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക. മൂന്നാമത്, വേണ്ടാത്ത സംസാരം നടത്തുക. നാലാമത്, കള്ളസാക്ഷ്യം നിൽക്കുക എന്നാണ്. അത് ഏതിനായിരുന്നാലും, നാട്ടിലൊക്കെ ഇപ്പോ ഒരു സ്ഥലം അടക്കുകയാണെങ്കിൽ ഇത് ഇന്നോന്റെ ആയിരുന്നു, മറ്റോന്റെ ആയിരുന്നു, ഇങ്ങനെ രൂപത്തിൽ സ്ഥലം അടക്കുന്നിടത്തും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തു എടുക്കുമ്പോൾ അത് അയാളുടെ തന്നെയാണ്, അർഹതപ്പെട്ട ആളിൽ നിന്നും അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി അന്യായമായിട്ട് അയാൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് നമുക്കങ്ങനെ പറയാം. ഏതെങ്കിലും വലിയ 2-3 ആൾക്കാരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ടവന്റെ ഹക്ക് മറ്റൊരുത്തൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിന്റെ ആ നീതിയും ഇസ്ലാമിന്റെ ആ ഏറ്റവും സുന്ദരമായ ഉപദേശങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ഇവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഇത് നമ്മുടെ ഒരു മാർഗമായിട്ട്, ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിനെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുവാനും അതനുസരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും അവൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ.